CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതെ, നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ താരമായ ഇമ്മാനുവൽ ജസ്റ്റിന് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു. താരത്തിന്റെ പരിക്കിനെ തുടർന്നുള്ള ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് ഇപ്പോൾ ഗോളിന്റെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. പരിക്ക് പറ്റി പുറത്തേക്ക് പോയ ക്വാമി പെപ്പർക്ക് പകരക്കാരനായിക്കൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു സീസണിലേക്ക് ഇമ്മാനുവൽ ജസ്റ്റിനെ ഗോകുലം കേരളയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ഇമ്മാനുവൽ ജസ്റ്റിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് താരം ഗ്രൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു താരത്തിന്റെ പരിക്കിനെ തുടർന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഗോളിന്റെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് നടക്കാം. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ലൂണയുടെ അതേ സ്ഥാനത്ത് പന്ത് തട്ടാൻ വേണ്ടി ജസ്റ്റിൻ ഇമ്മാനുവൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ പരിക്ക് തന്നെയാണ് പറ്റിയിട്ടുള്ളത് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഒരു ISLന്റെ 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി പരിക്കേൽക്കുന്ന 18ാമത്തെ താരം കൂടിയാണ് ഇമ്മാനുവൽ ജസ്റ്റിൻ എന്ന ഈ ഒരു സൂപ്പർ താരം. ഏതായാലും ലൂണന്റെ അതേ പൊസിഷനിലായിരുന്നു ജസ്റ്റിൻ ഇമ്മാനുവൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ജസ്റ്റിൻ ഇമ്മാനുവൽ പുറത്താവുന്ന അഥവാ പരിക്ക് പറ്റി പുറത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇമ്മാനുവലിന് പകരക്കാരനായിക്കൊണ്ട് ഏത് താരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു റോളിൽ കളിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഏതായാലും ഇനി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടാണ്. അതും ഈ വരുന്ന ബുധനാഴ്ച അഥവാ ഏപ്രിൽ 3-ാം തീയതി രാത്രി 7:30 കൂടി അതും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക ജസ്റ്റിൻ ഇമ്മാനുവലിന്റെ അഭാവവും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മിലോസ് റിൻസിച്ചിന്റെ അഭാവവും കൂടാതെ തന്നെ മിഡ്ഫീൽഡ് റോളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ഡാനിഷ് ഫാറൂഖിന്റെ അഭാവവുമാണ്. ഏതായാലും ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്കോർ ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ ജസ്റ്റിന് പകരക്കാരനായിക്കൊണ്ട് ആ ഒരു റോളിൽ ഏത് താരത്തെയാണ് ഇറക്കേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.